ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ഈമാനും ഇസ്ലാമും ഇഹ്സാനും അറിയാൻ ഒത്തുചേരാം നമുക്കീ വഴിത്താരയിൽ ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ ഹദബിൽ നമുക്കലിഫെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാകുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ് ദീൻ ഇസ്ലാമിൽ ലയിക്കണം ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ് ദീൻ ഇസ്ലാമിൽ ലയിക്കണം ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇഹ്സാനിൽ സർവം വിലയം പ്രാപിച്ചേറ്റി ദരജ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ അവരാറ് ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ അവരാറ് ചേർന്നു നാളെ സ്വർഗലോകം പുൽകുവാൻ യാ മുജീബ ദഅവതിനാ യാ ദൽ ജലാലേ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ ഇൽമിൻ മുത്തുമണികൾ വീണുപോയ നിന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം ഇൽമിൻ മുത്തുമണികൾ വീണുപോയ നിന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം ദീനിന്റെ ഉലൂമുകൾ തുറക്കും അറിവിൻ ജാലകം ദീനിന്റെ ഉലൂമുകൾ തുറക്കും അറിവിൻ ജാലകം ദീപ്തി തെളിച്ച് കാവൽ തീർത്ത ഖൈറിൻ താരകം യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ ഹദബിൽ നമുക്കലിഫെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാകുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം
തൂവെളിച്ചം കാട്ടിയതീനേ മിയതീനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, റേഡിയോ വഴി ക്ലാസ് റൂം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്നത്തു നിസ്കാരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ വിശാലമായതും ഗഹനമായതുമായ വിഷയമാണ്. ഞാനതിൻ്റെ ഒരു ഓരത്തുകൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. വിശാലമായി സുന്നത്ത് നിസ്കാരങ്ങൾ എന്നത് ഒരു ദിവസം കൊണ്ടോ ഈ ഒരു ദിവസത്തിലെ നമ്മുടെ പ്രത്യേകിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതല്ലല്ലോ. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഒന്ന് എത്തി നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്റെ അറിവിന്റെ പരിധിയും പരിമിതിയും ഒക്കെ വെച്ചുകൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. പറയുന്നതും കേൾക്കുന്നതുമൊക്കെ കേവലം കേട്ടുപോകാനുള്ളതല്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ ഉൾക്കൊള്ളുക, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെ ഒക്കെയും കർത്തവ്യം. പരമാവധി ജീവിതവൽക്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. സുന്നത്തു നിസ്കാരങ്ങൾ എന്നുള്ളത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നമുക്കൊക്കെ സുപരിചിതമായ ഖുദ്സിയായ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം അഹ്മദ്, ബൈഹഖി തുടങ്ങിയവരൊക്കെ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രശസ്തമായ പ്രസിദ്ധമായ ഹദീസ്, നമ്മളൊക്കെ പലവരും പറഞ്ഞതും കേട്ടതുമായ ഹദീസ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിഹർബിൻ മിന്നി. എന്റെ ഒരു ഇഷ്ടദാസനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളട്ടെ. വമാ തഖറബ ലി അബ്ദുൻ ബിശൈഇൻ. ഈ പറഞ്ഞതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇഷ്ടദാസനെ അല്ലാഹു തആല ഏത് രൂപത്തിൽ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അല്ലാഹു തആലയാണ് അവനോട് അതിന് മറുപടി പറയുക. ചില്ലറ മറുപടിയല്ല. ഹർബ് എന്ന വെട്ടിനിരത്തൽ എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിരിക്കുന്നത്. എന്റെ ഇഷ്ടദാസനോട് ആരെങ്കിലും അരുതായ്മ കാണിച്ചാൽ
എന്റെ ഇഷ്ടദാസന്റെ അനിഷ്ടമായ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അവനെ സ്നേഹിക്കുന്നതിനു പകരം അവനോട് ശത്രുത വെച്ചാൽ അവനോട് യുദ്ധം ചെയ്യുന്നത് ഞാനായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതിന്റെ, അവനെ മറ്റുള്ളവർ വെറുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ആ വെറുക്കുന്നവനോടുണ്ടാകുന്ന രീതിയും അവന്റെ ഇഷ്ടദാസനോടുള്ള ഗീറത്തുമാണ് ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കുക, എങ്ങനെ ഒരു ഇഷ്ടദാസനാകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് തുടർന്നു പറയുന്നത്. വമാ തഖറബ ലി അബ്ദുൻ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദ്തുഹു അലൈഹി. ഞാൻ ഫറലായി നിശ്ചയിച്ചു കൊടുത്ത കാര്യങ്ങളെക്കാൾ മറ്റൊരു കാര്യം കൊണ്ടും എന്റെ അടിമക്ക് എന്നോട് അടുപ്പം നേടാൻ സാധിക്കുകയില്ല. ഞാൻ ഫറലായി നിശ്ചയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് എന്റെ അടിമ പ്രഥമമായി എന്നോട് അടുക്കാൻ നിർവഹിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മനുഷ്യന് അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ആദ്യമായി അവൻ ഫറലിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കണം, ഫറലിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയുണ്ടായിരിക്കണം. ഫറലിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയും കൃത്യനിഷ്ഠയും കാണിക്കാതെ എപ്പോഴെങ്കിലും കുറെ ഫറലും വേറെ എപ്പോഴെങ്കിലും കുറെ സുന്നത്തും ഇങ്ങനെയുള്ള നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നില്ല. പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് ഫറലിനാകുന്നു. ഫറലിന്റെ കൃത്യതയും അതിന്റെ കൃത്യനിഷ്ഠതയും അതിലുള്ള കണിശതയും അത് മനുഷ്യനെ അല്ലാഹുവിന്റെ ഇഷ്ടദാസനാക്കി തീർക്കുന്നതാണ്. അതാണ് ഇഷ്ടദാസനാകാനുള്ള ഒന്നാമത്തെ ഘട്ടം. എന്നാൽ ഫറല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമായി ഏൽപ്പിച്ചു തന്ന കാര്യമാണ്. അതൊരു കടമയാണ്. അതുകൊണ്ട് തന്നെ പലരും അതൊരു കടമ നിർവഹിക്കലായിട്ട് നിർവഹിക്കാൻ സാധ്യതയുണ്ട്. കേവലം കടമ നിർവഹിക്കുക എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കുക സാധ്യമല്ല. എന്നാലോ കടമ നിർവഹിക്കുക എന്നതോടുകൂടി അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഈ അമലുകൾ നിർവഹിക്കുമ്പോഴേ അതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യസാക്ഷാത്കാരം സാധ്യമാകുന്നുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഇബാദത്തുകളെ കൊണ്ടുള്ള ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ഏത് ഇബാദത്താകട്ടെ അതിൽ അല്ലാഹുവിന്റെ പ്രീതിയായിരിക്കണം ഒന്നാം സ്ഥാനത്ത് നിർത്തേണ്ടത്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പല ആളുകളും നിസ്കരിക്കുന്നത് കേവലം കടമ തീർക്കുക എന്ന രൂപത്തിലാണ്. അങ്ങനെയാകുമ്പോൾ ഒരു നിലക്കും അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക സാധ്യമല്ല. പിന്നെ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? അതുകൊണ്ട് മഹ്ശറയിൽ ചെന്ന ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്ന് നിസ്കരിക്കാത്തവനോട് ചോദിക്കുന്നത് പോലെ ഇവനോട് ചോദിക്കില്ല. കാരണം ഇവൻ നിസ്കരിച്ചിട്ടുണ്ട്, ശരീഅത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി അവൻ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനോട് നിസ്കരിക്കാത്തവനോട് ചോദിക്കുന്നത് പോലെ എന്തേ നീ നിസ്കരിച്ചില്ല എന്ന ചോദ്യമുണ്ടാകില്ല. പക്ഷേ ഇബാദത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. എന്റെ സ്മരണ നിന്നിൽ നിലനിർത്തുന്നതിന് വേണ്ടി നീ നിസ്കരിക്കുക, നിസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞു. ആ ലക്ഷ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മഹ്ബൂബ് എന്നുള്ള ആ ഘട്ടത്തിലേക്ക് ഈ നിസ്കാരം കൊണ്ട് അവന് ഉയരാൻ സാധിക്കുന്നില്ല. അപ്പോ അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകാനുള്ള ഒന്നാമത്തെ ഘട്ടം ഫറലിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുക, ഫറലിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുക, ഫറലിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ കാര്യമാണ് എന്ന്
ഒന്നാമതായി അടിവരയിട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ ഫർള് നിസ്കാരത്തിന് 70 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ 70 ഇരട്ടി ഫർള് നിസ്കാരങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന്. ഇനി ഈ ഹദീസിന്റെ അടുത്ത ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. വമാ സാല അബ്ദി, എന്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും, യതഖറബു അടുത്തുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ എത്രയാണോ സുന്നത്ത് അധികരിപ്പിക്കുന്നത് അത്രയും അള്ളാഹുവിനോട് അടുപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുപ്പം വർദ്ധിക്കാനുള്ള കാരണം, മാനദണ്ഡം എന്ന് ഈ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നേരിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോ വമാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. എത്രത്തോളം അടുക്കും? ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നതുവരെ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നതുവരെ, ഞാൻ അവനെ തൃപ്തിപ്പെടുന്നതുവരെ. അങ്ങനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അനന്തരഫലം എന്താണ്? ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. ഹദീസിന്റെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മൻ ആദാലി വലിയൻ, എന്റെ ഇഷ്ടദാസനോട് ശത്രുത പുലർത്തിയവൻ എന്ന് പറഞ്ഞു. എന്റെ ഇഷ്ടദാസനോട് ശത്രുത പുലർത്തിയവൻ, ആ ഇഷ്ടദാസനാകുന്ന ഘട്ടങ്ങളാണ് ഈ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടദാസൻ, അല്ലാഹു ഇഷ്ടപ്പെട്ടവൻ. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനായി തീരും. ഇലാഹിയായ ഒരു ശ്രവണശക്തി അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കും. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുകയും ചെയ്താൽ, അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടഭാജനമായി തീർന്നാൽ, അവന്റെ ശ്രവണശക്തി ഇലാഹിയായ ഒരു ശ്രവണശക്തിയായി മാറുന്നതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വിശദീകരിക്കപ്പെടുന്ന സമയത്ത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അകലെയുള്ള പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചത്. ഇറാനിന്റെ ഭാഗത്തുള്ള നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനോട് മദീന പള്ളിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞത് സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് ഇറാനിലുള്ള സാരിയയെ കാണുകയും ചെയ്തു. മദീനയിൽ നിൽക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നഹാവന്തിലുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. കണ്ടുകൊണ്ട് അവിടെയുള്ള അവസ്ഥാവിശേഷങ്ങൾ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അത് മദീനയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഇറാനിൽ വെച്ചുകൊണ്ട്, നഹാവന്തിൽ വെച്ചുകൊണ്ട് സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, അവിടെ ഏതെങ്കിലും ഭൗതികമായ ഇത്തിസാലാത്തുകളുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, അന്നത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ശക്തികൾ കൊണ്ടല്ല ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു നഹാവന്തിലുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനെ കണ്ടതും സാരിയ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടതും. ഇത് ഇവർ രണ്ടുപേരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായപ്പോൾ
പരിധിക്കപ്പുറത്തുള്ളത് കാണാനും പരിധിക്കപ്പുറത്തുള്ളത് കേൾക്കാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ നമ്മുടെ പറയപ്പെട്ട വിഷയത്തിന്റെ ഒരു ഭാഗത്തേക്കും എത്താൻ സാധിക്കില്ല എന്നതുകൊണ്ട് ആ ഭാഗം ചുരുക്കുകയാണ്. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടഭാജനത്തിന് ഒരു പരിധിയും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുകൾ കൊടുക്കും. ഒരു പരിധിയും ഇല്ലാതെ കൊടുക്കും. ബിലാ ഹദ്ദിൻ വലാ ഹസ്രിൻ, ഒരു പരിധിയും ഒരു കണക്കും കയ്യുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഫഇദാ അഹ്ബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനായി തീരുമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിധിയില്ലാതെ കേൾക്കാൻ കഴിയുന്ന കഴിവിന്റെ ഒരംശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമക്ക് കൊടുക്കും. പരിധിയില്ലാതെ കാണുന്നവനായ അല്ലാഹു തആല അവന്റെ പരിധിയില്ലാതെ കാണാനുള്ള ആ കഴിവിന്റെ ഒരംശം ഈ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പരിപൂർണമായി കൊടുക്കുമെന്നല്ല, അതിന്റെ ഒരംശം കൊടുക്കും. നമ്മുടെയൊക്കെ സാധാരണ അടിമകളുടെ ശ്രവണശക്തിയും കാഴ്ചശക്തിയുമെല്ലാം പരിധിയുള്ളതാണ്. നാം ഇരിക്കുന്നത് ഒരു റൂമിലാണെങ്കിൽ ആ റൂമിന്റെ അപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പരിധിയുണ്ട്. കണ്ണിന്റെ മുമ്പിൽ തടസ്സങ്ങളുണ്ടായാൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ തടസ്സങ്ങൾ കണ്ണിന് തടസ്സമായി തീരുന്നില്ല. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹിയായ ഒരു ശക്തി അവന്റെ കണ്ണിനും കാതിനും നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. ഹദീസ് ദഈഫാണ് എന്നോ ഏതെങ്കിലും തരത്തിൽ അസ്വീകാര്യമാണ് എന്നോ പറയാൻ നിവൃത്തിയില്ല. ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ബൈഹഖി തുടങ്ങിയവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഹദീസിന്റെ ബാക്കി വയദഹുല്ലദീ യബ്തുഷു ബിഹാ വഖദമഹുല്ലദീ യംശി ബിഹാ, അവൻ പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഒക്കെ ഞാൻ ആയിത്തീരുമെന്ന്. എല്ലാ അവയവങ്ങൾക്കും ഇലാഹിയായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടിയതാണ്? സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങളൊക്കെ സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ് അടിമക്ക് നേടിയെടുക്കാൻ സാധിക്കുക. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, വഇദാ സഅലനി, ഈ അടിമ എന്നോട് ചോദിച്ചാൽ, എന്റെ ഇഷ്ടം സമ്പാദിച്ച ഈ അടിമ എന്നോട് ചോദിച്ചാൽ, ലഉതിയന്നഹു, നിശ്ചയം ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. വഇദസ്തഗ്ഫറനി, അവൻ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാപമോചനം തേടിയാൽ, ലഅഗ്ഫിറന്ന ലഹു, നിശ്ചയം ഞാൻ അവന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. വഇദസ്തആദനി, അവൻ എന്നോട് ഏതെങ്കിലും കാര്യത്തിൽ അഭയം തേടിയാൽ, അഅതുഹു, ഞാൻ അവന് അഭയം കൊടുക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസനെ കുറിച്ച് സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയും അവന്റെ പ്രീതി സമ്പാദിക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ അടിമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ് മനുഷ്യന് അല്ലാഹുവിലേക്ക് അടുക്കാനും തന്നിമിത്തം അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനും അല്ലാഹുവിന്റെ ഇഷ്ടഭാജനമായി തീരാനും സാധിക്കുന്നത്. അങ്ങോട്ട് ഇഷ്ടപ്പെടുക മാത്രമല്ല, അല്ലാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ സുന്നത്തായ കർമ്മങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രികാലങ്ങളിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടായിരുന്നു അവിടുത്തെ കാലിൽ നീര് വന്ന് ആയിഷ ബീവി, എന്തിനാണ് പ്രവാചകരെ അങ്ങിങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? അങ്ങേക്ക് വഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്ക് സർവമാന പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ പ്രവാചകരെ, എന്നിട്ടും എന്തിനാണിങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ
അള്ളാഹുവിന് അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിനൊരു നന്ദിയുള്ളവനായി തീരണ്ടയോ ആയിഷ എന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സഹോദരന്മാർ ഓർക്കേണ്ടത്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറളായ കാര്യങ്ങൾ നിർവഹിക്കാനല്ല കഷ്ടപ്പെട്ടത്, മറിച്ച് ഫറളിന്റെ ശേഷം സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്, സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രയും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബും മഹ്ബൂബുമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹുവിലേക്ക് അടുത്ത അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഔലിയാക്കളെന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരികയും അള്ളാഹുവിന് അനിഷ്ടകരമായത് മക്രൂഹാത്തുകൾ അത് ജീവിതത്തിൽ നിന്ന് പാടേ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആളുകളെന്നാണ്. അതിന്റെ അർത്ഥം ഫർളുകൾ അവർ പരിപൂർണമാക്കിയിട്ടുണ്ട്, ഹറാമിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവർ സുന്നത്തിനെ പരമാവധി വർദ്ധിപ്പിച്ചു, കറാഹത്തൊന്നുപോലും ജീവിതത്തിൽ സംഭവിക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ സുന്നത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ പലരും സുന്നത്ത് നിസ്കാരങ്ങളെ അത്ര ഗൗരവത്തോടെ കാണാറില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ ഖേദകരമായ അവസ്ഥ എന്ന് പറയുന്നത്, സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട റവാത്തിബ് സുന്നത്ത്, ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. റവാത്തിബ് സുന്നത്ത് പോലും നിസ്കരിക്കാൻ താൽപര്യം കാണിക്കാത്ത ഒരുപാട് സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ റവാത്തിബ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒഴിവാക്കപ്പെട്ടുകൂടാത്തതാണ്. റവാത്തിബ് സുന്നത്തുകൾ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. ലക്ഷ്യമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി ഏതൊക്കെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന ഭാഗത്തേക്ക് ചെറിയ രൂപത്തിൽ ഒരെത്തി നോട്ടം നടത്താം. ഇവിടെ പലരും വളരെ നിസ്സാരത്തോടുകൂടിയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ കാണുന്നത്. ഫറള് നിസ്കരിച്ച് എങ്ങനെയെങ്കിലും തട്ടിക്കൊടഞ്ഞ്, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ മോഷ്ടിക്കുന്നവനെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി ഓർമ്മിപ്പിക്കുകയുണ്ടായി. നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, റസൂലേ, നിസ്കാരത്തിലും മനുഷ്യൻ മോഷണം നടത്തുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ലായത്തിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അതിന്റെ സുജൂദ് റുക്കൂ ഒന്നും കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ചെയ്യൂല എന്നാണ്. അഥവാ അതിലൊന്നും വേണ്ട രീതിയിലുള്ള തുമഅ്നീനത്തില്ലാതെ, തുമഅ്നീനത്ത് എന്ന ഫർദിനെ തീരെ തന്നെ ശ്രദ്ധിക്കാതെ അതൊന്ന് ഒരു കരണം മറിച്ചിലായി നിർവഹിക്കുന്ന രൂപത്തിൽ ഫർദ് മാത്രം നിർവഹിച്ചു പോവുക. ആ ഫർദ് നിസ്കരിച്ചവനും അറിയാം, ആ നിസ്കാരം കണ്ടവനും അറിയാം, അത് ഒരു 80% വരെ പോലും അതിന് സാധുത ഉണ്ടായിട്ടില്ല എന്ന്. അതിന്റെ ബാഹ്യമായ രീതികൾ കാണുമ്പോൾ തന്നെ, പ്രത്യക്ഷമായി അതിന്റെ ശരാശരികൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിനൊരു 80% സാധുതക്ക് പോലുമുള്ള സാഹചര്യം കുറവായി. പിന്നെ അതിലുള്ള ഖുശൂഉം അള്ളാഹുവിലേക്കുള്ള തഖർറുബും ഒക്കെ പിന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ്. അത് ബാഹ്യമായി വീക്ഷിക്കുന്ന ഒരാൾക്ക് തന്നെ മനസ്സിലാകും, പല സഹോദരന്മാരുടെയും നിസ്കാരം അത് 80% താഴെ മാത്രമേ ശരിയായിട്ടുള്ളൂ. എന്നാൽ നോക്കൂ, അങ്ങനെയുള്ള നിസ്കാരക്കാർ സുന്നത്ത് നിസ്കാരം അഥവാ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഈ ഫർള് തന്നെ പരിപൂർണമായിട്ടില്ല. എന്തിനാണ് റവാത്തിബ് സുന്നത്തുകളെ നിശ്ചയിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്, അതിൽ ഫർള് നിസ്കാരങ്ങളിലുണ്ടായ വീഴ്ചകൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടാൻ വേണ്ടി എന്നാണ്. അഥവാ ഫർള് നിസ്കാരങ്ങളിൽ ഉള്ള സുന്നത്തുകൾ നഷ്ടപ്പെടുമ്പോൾ ആ സുന്നത്തുകളെ പരിപൂർണമായി
നിർവഹിച്ച പ്രതിഫലം ലഭിക്കാൻ വേണ്ടി അവന്റെ റവാത്തിബു സുന്നത്തുകൾ പരിഹരിക്കപ്പെടും, അതിനെ പരിഗണിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഫർള് നിസ്കാരത്തിൽ അതിൽ നിർവഹിക്കേണ്ട ആ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള സുന്നത്തുകൾ അഥവാ റുകൂഇലും സുജൂദിലുമൊക്കെയുള്ള തസ്ബീഹുകൾ, അതുപോലെ മറ്റു അബ്ആദ് സുന്നത്തുകൾ, ഇതിനൊക്കെ ഏതിനെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് മഹാന്മാരായ നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവരുടെ തുഹ്ഫയിൽ ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സുന്നത്ത്, തതവ്വുഅ്, ഹസൻ, മുറഗബ് ഫീഹി, മുസ്തഹബ്, മന്ദൂബ്, ഔല എന്നിങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇതെല്ലാം മാ റജ്ജഹ ശാരിഉ ഫഅലുഹു വലാ തർക്കിഹി മാ ജവാസിഹി ഫഹിയ കുല്ലുഹാ മുതറാദിഫത്തുൻ എന്നാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയുന്നത്. സുന്നത്ത്, തതവ്വുഅ്, ഹസന്, മുറഗബ് ഫീഹി, മുസ്തഹബ്, മന്ദൂബ് ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ്, സുന്നത്ത് എന്ന പേരിലാണ് സാധാരണഗതിയിൽ അത് പറയാറുള്ളതെങ്കിലും ഈ പറഞ്ഞതെല്ലാം സുന്നത്ത് നിസ്കാരം, എല്ലാറ്റിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണുള്ളത്. വശുരിഅ ലിതക്മീലി നഖ്സിൽ ഫറായിളി, ഫർള് നിസ്കാരങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയും അതിന്റെ പൂർത്തീകരണം സാധ്യമാകാൻ വേണ്ടിയുമാണ് ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, വശുരിഅ ലിതക്മീലി നഖ്സിൽ ഫറായിളി ബൽ വലിയഖൂമ ഫിൽ ആഖിറതി ലദ്ദുനിയാ അയ്ളൻ ഖിലാഫൻ ലിബഅദി സലഫി മഖാമ മാ തുരിക മിൻഹാ ലിഉദ്രിൻ കനിസ്യാനിൻ കമാ നസ്സ അലൈഹി. ഫർള് നിസ്കാരങ്ങളിൽ വന്ന പോരായ്മകൾ പരിഹരിക്കപ്പെടാനും അതോടൊപ്പം ആഖിറത്തിൽ ഫർള് നിസ്കാരങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാനും വേണ്ടിയാണ് സുന്നത്ത് നിസ്കാരങ്ങളെ അഥവാ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഅാക്കിയിട്ടുള്ളത്. സഹിഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഫരീളത്തസ് സ്വലാത്തി വസ്സകാത്തി വഗൈരിഹിമാ ഇദാ ലം തതിമ്മ തുകമ്മലു ബിതതവ്വുഇ. നിസ്കാരത്തിലും സകാത്തിലും ഉള്ള ഫർളായ ഭാഗങ്ങൾ അഥവാ ഫർള് നിസ്കാരവും ഫർളായ സകാത്തും വഗൈരിഹിമാ സകാത്തും നിസ്കാരവുമല്ലാത്ത മറ്റു ഫർളുകളും ഇദാ ലം തതിമ്മ അത് പരിപൂർണമായിട്ടില്ലെങ്കിൽ അഥവാ ദുന്യാവിൽ അവൻ ഫർള് നിസ്കരിച്ച സമയത്ത് ആ ഫർളിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ തുകമ്മലു ബിതതവ്വുഇ അവന്റെ സുന്നത്ത് നിസ്കാരം കൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നതാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. അന്ത്യനാളിൽ മനുഷ്യനോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്, ആദ്യമായി അവന്റെ കർമ്മങ്ങളിൽ നിന്ന് വിചാരണക്കെടുക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചായിരിക്കും. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ലിമലായികതിഹി, അല്ലാഹു അവന്റെ മലക്കുകളോട് ആജ്ഞാപിക്കും, ഉൻളുറു ഇലാ സ്വലാത്തി അബ്ദി അതമ്മഹ അം നഖസഹ. എന്റെ അടിമയുടെ നിസ്കാരമൊന്ന് പരിശോധിച്ചു നോക്കൂ, അതവൻ പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ടോ അതല്ല അതിൽ വല്ല പോരായ്മകളും വന്നിട്ടുണ്ടോ. ഫഇൻ അതമ്മഹ കുതിബത് ലഹു താമ്മ, പരിപൂർണമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അതിലുള്ള സുന്നത്തുകളൊക്കെ പരിപൂർണമാക്കി ഖുശൂഅോട് കൂടി തന്നെയാണ് നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ അതിനെ പരിപൂർണമായിട്ട് തന്നെ എഴുതപ്പെടുന്നതാണ്. വഇൻ കാന ഖദ് ഇൻതഖസഹ,
അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖീല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മലക്കുകളോട് പറയപ്പെടുന്നതാണ്, ഉൻളുറു ഹൽ ലി അബ്ദി മിൻ നാഫിലത്തിൻ തുകമ്മിലൂന ബിഹാ ഫരീളതഹു, എന്റെ അടിമക്ക് വല്ല സുന്നത്ത് നിസ്കാരങ്ങളും ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ, എന്നാൽ അതുകൊണ്ട് അവന്റെ ഫർളിൽ വന്ന പോരായ്മകൾ പരിഹരിക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അന്ത്യനാളിൽ വിചാരണാവേളയിൽ അങ്ങനെ ആവശ്യപ്പെടും എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ പറഞ്ഞു വന്നത്, റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണെങ്കിലും അതൊരു നിർബന്ധത്തിന്റെ സ്ഥാനത്ത് തന്നെയാണുള്ളത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ വാജിബ് എന്ന പേരിലാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളതും. അപ്പോ നമ്മളാണെങ്കിലോ വളരെ അലസമായിട്ടാണ് ഈ നിസ്കാരങ്ങളെ കാണാറുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകളും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഫർള് നിസ്കരിച്ചു പോരാന്നുള്ളതാണ്. അങ്ങനെ പോന്നാലുണ്ടാകുന്ന അവസ്ഥ, അന്ത്യനാളിൽ വിചാരണാവേളയിൽ അവന്റെ ആ ഫർളിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടാൻ ഒന്നുമില്ലാതെ പോവുകയും അങ്ങനെ അവൻ ഫർള് തന്നെ പരിപൂർണമായി നിർവഹിക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതനായി തീരുകയും ചെയ്യും എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇനി നമുക്ക് റവാത്തിബ് സുന്നത്തുകളുടെ എണ്ണത്തിലേക്കും അതിന്റെ ഫളായിലേക്കും ചെറിയ രൂപത്തിൽ എത്തി നോക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചതാണ്. സമസ്തയുടെ മദ്രസയിൽ പഠിച്ച ഓരോ ആളുകൾക്കും അറിയാം, റവാത്തിബ് സുന്നത്ത് മുഅക്കദായതും ഗൈറു മുഅക്കദായതും ഉണ്ട്. മുഅക്കദായ റവാത്തിബ് സുന്നത്ത് 10 റക്അത്തുകളാണ്. ഇത് സാധാരണ പല ആളുകൾക്കും, ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റവാത്തിബ് സുന്നത്തുകൾ അറിയാമായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്നത് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്കാണ്. ഒന്നുകൂടെ ഒരാളുടെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നിയാലോ, നമ്മുടെ ക്ലാസ് റൂമിന്റെ ബുഷ്റാക്കുമുല്യവുമ എന്ന ഇന്നത്തെ പരിപാടി അതോടെ സഫലമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ 10 റക്അത്തുണ്ട്. സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത്. ഈ സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നതോടുകൂടി അവന്റെ ഫറലായ സുബ്ഹ് നിസ്കാരത്തിൽ വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഒക്കെ നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരത്തിൽ അച്ചടക്കമൊക്കെ ഉണ്ടായിരുന്നു, അഥവാ അടങ്ങി താമസിക്കലും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകാറുണ്ട്. ഖുശൂ ഇല്ലാത്ത നിസ്കാരം റൂഹില്ലാത്ത ജസദ് പോലെയാണ് എന്നാണ്. അപ്പോ അതൊരു കേവല നിസ്കാരമായി അധപ്പതിക്കാതിരിക്കാൻ, താഴ്ന്നു പോകാതിരിക്കാൻ അതിന്റെ മുമ്പും പിമ്പുമൊക്കെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അതിന് കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീവിയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅൻ ഖബ്ല അൽ-ളുഹ്രി വറകഅതൈനി ഖബ്ല അൽ-ഗദാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹ്റിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരവും സുബ്ഹിന്റെ ഫജ്റിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും തീരെ ഒഴിവാക്കാറില്ലായിരുന്നു. അപ്പോ ളുഹ്റിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരവും
ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരെ ഒഴിവാക്കാറില്ലായിരുന്നു. ഐഷ ബീവിയെ തൊട്ട് തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ശൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദൻ മിൻഹു അലാ റക്അത്തൈൽ ഫജ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ ശ്രദ്ധ കാണിച്ചിരുന്നത് പോലെ മറ്റൊരു സുന്നത്തിന്റെ കാര്യത്തിലും ശ്രദ്ധ കാണിക്കാറില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇതിന് വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന്, മറ്റൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തലഖായ സുന്നത്തിന്റെ കാര്യത്തിൽ വരെ ശ്രദ്ധ കാണിച്ചതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോ സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് യാതൊരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കാറില്ലായിരുന്നു. ഐഷ ബീവിയെ തൊട്ട് തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ദുനിയാവും അതിലുള്ള സർവസ്വവും ലഭിക്കുന്നതിനേക്കാൾ ഖൈറായതാകുന്നു. ഒരാൾക്ക് ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായതാണ് അവന് 2 റക്അത്ത് സുബ്ഹ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹിന്റെ മുമ്പുള്ള ഈ സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതണം എന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നുണ്ട്. മറ്റൊരു ഹദീസ്, ആ ഹദീസ് ലഈഫ് ആണെങ്കിലും അമൽ ചെയ്യാൻ പറ്റുന്നതാണ്. സൂറത്തുൽ ഷർഹ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് 1-ാമത്തെ റക്അത്തിലും 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ എന്നുള്ള സൂറത്തും ഓതണം എന്നും കാണുന്നു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ഈ 2 ഹദീസിനെയും ജമ്മു ചെയ്തുകൊണ്ട് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്നും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ സൂറത്തുകളും ഓതാൻ നമ്മളോടൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് മുഅക്കദായ സുന്നത്തിൽ ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇനി സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പനേരം പള്ളിയിൽ വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് ഖിബിലക്ക് നേരിട്ട് കിടക്കാറുണ്ടായിരുന്നു. അതും ഒരു സുന്നത്താണ്. സുബ്ഹ് നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച ശേഷം ഇഖാമത്തിന്റെ മുമ്പായി അല്പനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കാറുണ്ടായിരുന്നു. ഐഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലാ റക്അത്തൈൽ ഫജ്രി ഇൽതജഅ അലാ ശഖ്ഹിൽ ഐമനി. ഫജ്റിന്റെ 2 റക്അത്ത് ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് അല്പനേരം കിടക്കാറുണ്ടായിരുന്നു. അത് ഖബറിലെ കിടത്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നും മറ്റും അതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോ മുഅക്കദായ സുന്നത്ത് 10 റക്അത്തുകളാണ്. അതിൽ ആദ്യത്തെ 2 റക്അത്താണ് നമ്മൾ പറഞ്ഞത്, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. അടുത്തത് ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത്. ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്തും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരെ ഒഴിവാക്കാറില്ലായിരുന്നു ആ സുന്നത്ത് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണുന്നു,
സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅതൈനി ഖബല അൽ-ളുഹ്രി വറകഅതൈനി ബഅദഹാ. ളുഹറിന്റെ മുമ്പ് 2 റക്അത്തും ളുഹറിന്റെ ശേഷം 2 റക്അത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞാനും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവിയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാന ലാ യദഉ അർബഅൻ ഖബല അൽ-ളുഹ്രി, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരെ ഒഴിവാക്കാറില്ലായിരുന്നു എന്ന് കാണാം. അതിനെ വിശദീകരിച്ചിട്ടുള്ളത് 2 റക്അത്ത് മുഅക്കദായതും 2 റക്അത്ത് ഗൈറു മുഅക്കദായതുമാണ് എന്ന രീതിയിലാണ്. അപ്പോ സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് മുഅക്കദായ സുന്നത്ത്. അടുത്തത് ളുഹറിന്റെ ശേഷം 2 റക്അത്ത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബൂ ദാവൂദ്, തുർമുദി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഇമാം തുർമുദി സഹീഹാണ്, ഹസനാണ് എന്ന് പറയുകയും ചെയ്ത ഹദീസിൽ മഹദി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബല അൽ-ളുഹ്രി വ 4 ബഅദഹാ ഹറമഹുല്ലാഹു അലന്നാർ. നോക്കൂ നിങ്ങൾ, 4 റക്അത്ത് ളുഹറിന്റെ മുമ്പും 4 റക്അത്ത് ളുഹറിന്റെ ശേഷവും ഒരാൾ പതിവായി നിസ്കരിക്കുകയാണെങ്കിൽ, അതിന്റെ മേൽ അവൻ പതിവാക്കുകയാണെങ്കിൽ, ഹറമഹുല്ലാഹു അലന്നാർ, അവനെ അല്ലാഹു തആല നരകത്തിന് ഹറാമാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ 4 റക്അത്ത് ളുഹറിന്റെ മുമ്പും 4 റക്അത്ത് ളുഹറിന്റെ ശേഷവും സ്ഥിരമായി ഒരാൾ നിസ്കരിച്ചു വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തെ നരകത്തിലിടുകയില്ല എന്നല്ല പറഞ്ഞത്, നരകത്തിന് അവന്റെ ശരീരത്തെ അല്ലാഹു തആല ഹറാമാക്കുന്നതാണ്. ഒരു കാരണവശാലും പിന്നെ ആ ശരീരം നരകത്തിൽ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ 4 റക്അത്ത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലുള്ള 2 റക്അത്ത് മുഅക്കദായതും 2 റക്അത്ത് മുഅക്കദല്ലാത്തതുമാണ്, മുമ്പും ശേഷവും. അപ്പൊ ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത് മുഅക്കദായ സുന്നത്തും 4 എന്ന് പറഞ്ഞതിൽ ബാക്കിയുള്ള ഈ 2 ഗൈറു മുഅക്കദായ സുന്നത്തുമാണ്. അബ്ദുല്ലാഹിബ്നു സായിബ് എന്നവരെ തൊട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി 4 ബഅദ അൻ തസൂല അശംസു ഖബല അൽ-ളുഹ്രി വഖാല ഇന്നഹാ സഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാഇ ഫഉഹിബ്ബു അൻ യസ്അദ ലി ഫീഹാ അമലുൻ സാലിഹുൻ. ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പ് ബഅദ അൻ തസൂല അശംസു എന്നാണ് പറഞ്ഞത്. അപ്പോ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയം ആയ ശേഷം, എന്നാൽ ളുഹ്ർ എന്ന ഫർള് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയും ചെയ്തു, ഇന്നഹാ സഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാഇ, ഇത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. ആയതുകൊണ്ട് അങ്ങനെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോൾ തന്നെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സൽക്കർമ്മം അള്ളാഹുവിങ്കലേക്ക് കയറിപ്പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നിസ്കാരം നിർവഹിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തതായി മഹാനായ അബ്ദുല്ലാഹിബ്നു സായിബ് എന്നവർ ഉദ്ധരിക്കുന്നു. ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2 മുഅക്കദായ സുന്നത്തുകളാണ് പറയുന്നത്. ഇനി മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം ഈ 2. അപ്പോ സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം ഈ 2. ഇങ്ങനെയാണ് 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുസല്ലി ബഅദൽ മഗ്രിബി റക്അത്തൈനി, മഗ്രിബിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ആയിഷ ബീവിയെ തൊട്ടും ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ലഖദ് റഅയ്തു കിബാറ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തദിറൂന അസ്സവാരിയ ഇൻദൽ മഗ്രിബി. മഗ്രിബിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതിർന്ന സഹാബികൾ അഥവാ പ്രമുഖരായ സഹാബികളൊക്കെ മഗ്രിബിന്റെ മുമ്പ് മദീന പള്ളിയിലെ ഓരോ തൂണിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് ആ പറയുന്നത്. അത് ഗൈറു മുഅക്കദായതാണ്. മഗ്രിബിന്റെ ശേഷമാണ് മുഅക്കദായ സുന്നത്തുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ സല്ലൈതു മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തൈനി ബഅദൽ ഇശാഇ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇശാഇന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോ ഇശാഇന്റെയും മഗ്രിബിന്റെയും ശേഷം ഈ 2, ളുഹറിന്റെ മുമ്പും ശേഷവും ഈ 2, അങ്ങനെ 4 4 8, ഖബിൽ അൽ ഫജ്രി 2, അങ്ങനെ 10 റക്അത്ത് നിസ്കാരം മുഅക്കദായ സുന്നത്താണ്. ഇനി ഈ പറഞ്ഞ ഹദീസുകളിൽ തന്നെ ബാക്കി 12 റക്അത്തിനെ കുറിച്ചുകൂടെ പറഞ്ഞു. അത് ഖബിൽ അൽ ളുഹരി 4 എന്നാണ് ഹദീസിൽ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അത് 2 റക്അത്ത് മുഅക്കദും 2 റക്അത്ത് ഗൈറു മുഅക്കദുമാണ്. അതുപോലെ തന്നെ ബഅദൽ ളുഹരി 4 നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അവിടെയും 2 റക്അത്ത് മുഅക്കദും 2 റക്അത്ത് ഗൈറു മുഅക്കദുമാണ്. അപ്പോ ഈ പറഞ്ഞതിൽ 4 റക്അത്ത് ഇപ്പോൾ മുഅക്കദല്ലാത്ത സുന്നത്ത് വന്നു. അതുപോലെ തന്നെ ഖബൽ അൽ അസ്രി, അസ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഖബല അൽ അസ്രി 4 റക്അത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. യഫ്സിലു ബൈനഹുന്ന ബിത്തസ്ലീമി, അതിന്റെ ഇടക്ക് ഒരു സലാം കൊണ്ട് പിരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയാണ് ചെയ്തിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബൂ ദാവൂദ്, തുർമുദി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു ഉംറഅൻ സ്വല്ലാ ഖബലൽ അസ്രി 4, അസറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോ അസറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചാൽ അത് അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യത്തിന് കാരണമാണ് എന്നും മറ്റൊരു ഹദീസിൽ അസറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നത് അവന് നരകത്തെ തൊട്ട് മറയായി നിൽക്കുമെന്നും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ സുന്നത്ത് നിസ്കാരങ്ങളുടെ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ജുമാ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്നഹു സ്വല്ലാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തൈനി ബഅദൽ ജുമുഅത്തി എന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു, ജുമുഅക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ഇദാ സ്വല്ല അഹദുക്കും അൽ ജുമുഅത ഫല്യുസല്ലി ബഅദഹാ 4, നിങ്ങളിൽ ഒരാൾ ജുമുഅ നിസ്കരിച്ചാൽ അതിന്റെ ശേഷം 4 റക്അത്ത് നിസ്കരിക്കട്ടെ. ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ജുമുഅയുടെ നിസ്കാരത്തെക്കുറിച്ച് തുഫയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകളൊക്കെ ജുമുഅന്റെ മുമ്പ് സുന്നത്തില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന
കുറെ സുന്നത്ത് മുടക്കികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ ഇല്ല എന്ന് പറയുന്ന ടീമാണ്. അതുകൊണ്ട് പിന്നെ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവരൊന്നും ഇവരുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഒക്കെ ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മൗലൂദ് ഓതലില്ല, കുത്തുബിയ്യത്ത് ചെല്ലലില്ല, റാത്തീബ് ചെല്ലലില്ല, ഷാബാൻ 15 സുന്നത്തില്ല, സുന്നത്ത് നോമ്പില്ല, അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഇല്ലല്ല പാട്ട് പാടുന്ന ടീമാണ്. അവര് പറയലുണ്ട് ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് സുന്നത്തൊന്നുമില്ല. എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കടന്നു വരികയും ആ സഹാബിയോട് ചോദിച്ചു, അസല്ലൈത ഖബ്ല അൻ തജീഅ, പള്ളിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് നീ നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഖാല, ആ സഹാബി പറഞ്ഞു, ലാ, ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഖാല, തങ്ങൾ പറഞ്ഞു, ഫസല്ലി റകഅതൈനി വതജവ്വസ് ഫീഹിമാ, എന്നാ വേഗം തൊട്ടി 2 റകഅത്ത് നിസ്കരിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയുകയുണ്ടായി. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, യുംനഉ ഹംലുഹു അലാ തഹിയ്യത്തിൽ മസ്ജിദി, ഇത് വെറും തഹിയ്യത്ത് മസ്ജിദാണ് എന്ന് പറയാൻ പറ്റൂല. ഈ പറഞ്ഞത് തഹിയ്യത്ത് നിസ്കാരത്തെ കുറിച്ചാണ് എന്ന് പറയാൻ പറ്റൂല. തഹിയ്യത്ത് നിസ്കാരം അല്ല എന്നല്ല, വെറും തഹിയ്യത്താണ് എന്ന് പറയാൻ പറ്റൂല. കാരണം എങ്ങനെയാണ് നബി ചോദിച്ചത്? അസല്ലൈത ഖബ്ല അൻ തജീഅ, വരുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചോ എന്നാണ് ചോദിച്ചത്. വരുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് വരുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് ളുഹറിന്റെ അല്ലെങ്കിൽ ജുമുഅയുടെ സുന്നത്ത് നിസ്കാരാണ്. ജുമുഅന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാ ചോദിച്ചത്. കാരണം പള്ളിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിസ്കരിക്കുക വെള്ളിയാഴ്ചയാകുമ്പോ ജുമുഅന്റെ മുമ്പുള്ള നിസ്കാരാണ്. പള്ളിയിലേക്ക് കടന്നതിന് ശേഷമാണ് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് അസല്ലൈത ഖബ്ല അൻ തജീഅ എന്നാണ്. അതുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തുഫൈൽ പറയുകയാണ്, ഇതിനെ വെറും തഹിയ്യത്തിന്റെ മേലിൽ മാത്രം ഹംല് ചെയ്യാൻ പറ്റില്ല. ഫയൻവിഹാ മാ സുന്നത്തിൽ ജുമുഅത്തിൽ ഖബ്ലിയ, അങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആള് തഹിയ്യത്ത് നിസ്കാരത്തോടു കൂടെ ജുമുഅന്റെ മുമ്പുള്ള സുന്നത്തും കൂടെ നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കേണ്ടതാണ്. അപ്പോ അവന് 2 സുന്നത്തും കിട്ടുന്നതാണ്. അപ്പൊ തഹിയ്യത്ത് നിസ്കരിക്കൽ ഖതീബ് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തഹിയ്യത്തല്ലാത്ത മറ്റു നിസ്കാരങ്ങളൊന്നും ഇല്ല, അത് ശരിയാണ്. പക്ഷേ ആ നിസ്കാരത്തോടു കൂടി അവന് ജുമുഅന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെയാവുമ്പോ ആ ജുമുഅന്റെ മുമ്പുള്ള സുന്നത്തിന്റെയും തഹിയ്യത്തിന്റെയും കൂലി അവന് ലഭ്യമാകുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജുമുഅന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. മഹാനായ ഇമാം നവവി തങ്ങൾ പറയുന്നത് വബഅദൽ ജുമുഅത്തി അർബഉൻ വഖബ്ലഹാ മാ ഖബ്ലൽ ളുഹ്രി വല്ലാഹു അഅലം എന്നാണ്. വബഅദൽ ജുമുഅത്തി അർബഉൻ, ജുമുഅക്ക് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. വഖബ്ലഹാ, ജുമുഅന്റെ മുമ്പുമുണ്ട്. മാ ഖബ്ലൽ ളുഹ്രി, ളുഹറിന്റെ മുമ്പുള്ളത് എന്താണെങ്കിൽ അത്. ളുഹറിന്റെ മുമ്പ് എന്താ ഉള്ളത് നമ്മൾ പറഞ്ഞു? 2 റക്അത്ത് മുഅക്കദായ സുന്നത്തുണ്ട്, 2 റക്അത്ത് ഗൈറു മുഅക്കദായ സുന്നത്തുണ്ട്. അതുകൊണ്ട് വഖബ്ലഹാ മാ ഖബ്ലൽ ളുഹ്രി, ജുമുഅന്റെ മുമ്പ് ളുഹറിന്റെ മുമ്പ് എന്താ ഉള്ളതെങ്കിൽ അതൊക്കെ ഉണ്ട്. ഐ അർബഉൻ മിൻഹാ, അതിനെ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തുഫൈൽ വിശദീകരിക്കുന്നു. ഐ അർബഉൻ, 4 റക്അത്ത് സുന്നത്ത് ജുമുഅന്റെ മുമ്പും സുന്നത്തുണ്ട്. മിൻഹാ സിൻതാനി മുഅക്കദതാനി, അതിൽപ്പെട്ട 2 റക്അത്ത് മുഅക്കദായ സുന്നത്താണ്. ഫഹിയ കല്ലുഹരി ഫിൽ മുഅക്കദി വഗൈരിഹാ, അപ്പൊ ജുമുഅന്റെ മുമ്പുള്ള റവാത്തിബ് മുഅക്കദിന്റെയും മുഅക്കദല്ലാത്തതിന്റെയും കാര്യത്തിൽ ളുഹറിനെ പോലെ തന്നെയാണ്. അഥവാ ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് മുഅക്കദായ സുന്നത്തും 2 റക്അത്ത് ഗൈറു മുഅക്കദുമായി ടോട്ടൽ 4 റക്അത്ത് ളുഹറിന്റെ മുമ്പ് സുന്നത്തുള്ളത് പോലെ തന്നെ ജുമുഅന്റെ മുമ്പും 4 റക്അത്ത് സുന്നത്തുണ്ട്. അപ്പോ നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കിയത് 22 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ്. 10 റക്അത്ത് മുഅക്കദായതും 12 റക്അത്ത് ഗൈറു മുഅക്കദായതും. അതിൽ സാധാരണ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കാത്ത ഒരു നിസ്കാരാണ് മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത്. ബാക്കിയൊക്കെ ചില നമ്മൾ നിസ്കരിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് അത് വളരെ എളുപ്പത്തിൽ നിസ്കരിക്കേണ്ട 2 റക്അത്ത് നിസ്കാരാണ്. ആ നിസ്കാരം നമ്മൾ തീരെ
നിസ്കരിച്ചു പരിചയമില്ലാത്തവരാണ് പ്രത്യേകിച്ച് മലയാളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ ഒരു സുന്നത്തുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. സഹാബികളൊക്കെ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ വേഗം മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിബാറു സഹാബ, മുതിർന്ന സഹാബികൾ അങ്ങനെ വേഗത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. മാത്രമല്ല മറ്റൊരു ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസുണ്ട്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ 2 ബാങ്കിന്റെ ഇടക്ക് അഥവാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഒക്കെ ഇടക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം പറഞ്ഞു ബൈന കുല്ലി അദാനൈനി സ്വലാ, ബൈന കുല്ലി അദാനൈനി സ്വലാ, ബൈന കുല്ലി അദാനൈനി സ്വലാ. അങ്ങനെ 3 വട്ടം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ലിമൻ ഷാ, വേണ്ടവർക്ക് നിസ്കരിക്ക, അഥവാ സുന്നത്താണ് എന്നർത്ഥം. എല്ലാ 2 ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ. അപ്പോ മഗ്രിബിന്റെ ആയാലും മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഇക്കാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് 2 റക്അത്ത് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ജുമായാണെങ്കിലും ജുമാ ബാങ്ക് കൊടുത്താൽ ഇക്കാമത്ത് കൊടുക്കുന്നതിന്റെ ഇടക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഈ ഹദീസുമൊക്കെ വെച്ചുകൊണ്ട് ജുമാന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ സ്ഥിരപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്ത് നിസ്കാരം എന്നുള്ളത് അതിന് നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ ഫർളിന്റെ പോരായ്മകൾ പരിഹരിക്കാനും അതുപോലെ തന്നെ അന്ത്യനാളിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഫർളുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കാനുമൊക്കെയാണ്. സാധ്യമാകുന്നവരൊക്കെ ഈ എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ റവാത്തിബിൽ മുഅക്കദായ സുന്നത്തുകൾ നിസ്കരിച്ചു പോരുന്ന ആളുകളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. എന്നാൽ അവർ ഇന്നു മുതൽ സാധ്യമാകുന്നവരൊക്കെ ഗൈർ മുഅക്കദായതും കൂടെ, അഥവാ ളുഹൂറിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണവര് 4 റക്അത്താക്കാൻ ശ്രമിക്കുക. ശേഷം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അത് 4 ആക്കാൻ നോക്കുക. അസറിന്റെ മുമ്പ് തീരെ നിസ്കരിക്കാത്തവര് 4 റക്അത്ത് നിസ്കാരമുണ്ട് അസറിന്റെ മുമ്പ്, ആദ്യം 2എങ്കിലൊക്കെ നിസ്കരിക്കുക, പിന്നെ 4 നിസ്കരിച്ച് പരിശീലിക്കുക. അങ്ങനെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഒക്കെ ശേഷം ഈ 2 റക്അത്ത് മുഅക്കദായതാണ്, അതിന്റെ കൂടെ ഈ 2ഉം കൂടെ ചേർത്തുകൊണ്ട് നന്നാലാക്കുക. അങ്ങനെ 12ഉം 10ഉം 22 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് എന്നെ ഉപദേശിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ സൗകര്യം കിട്ടുമ്പോൾ ചർച്ച ചെയ്യാം. ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് ഉസ്താദുമാരുണ്ട്, ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനല്ല പണി, കേൾക്കാനുമല്ല പണി, ഇതൊക്കെ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ് പണി. അതുകൊണ്ട് അതിന് നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ. എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.